ഇപ്പോഴത്തെ മാർവലിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് പുതുതായി വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ തന്നെയാണ് ക്രിസ് ഇവാൻസിന്റെ ക്യാപ്റ്റൻ അമേരിക്ക ഓൾറെഡി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ക്രിസ് ഇവാൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ എൻഡർ ഷൂട്ടിംഗ് സീൻസും കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ലീക്ക് ആരാണ് പുറത്തുവിട്ടതെന്നും ഇത് എത്രത്തോളം സത്യമാണെന്നും അതിനുള്ള തെളിവുകൾ എന്തെല്ലാമാണെന്നും എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുമായി ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ക്രിസ് ഇവാൻസിന്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം ഇതുവരെ ഒഫീഷ്യലായി ഒരു ഹോളിവുഡ് റിപ്പോർട്ടേഴ്സും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ പല മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഡെഡ്ലൈൻ എന്ന ഹോളിവുഡ് റിപ്പോർട്ടർ ക്രിസ് ഇവാൻസ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഉണ്ടാകുമെന്ന് കൺഫേം ചെയ്തിട്ടുള്ളതുമാണ്. ഡെഡ്ലൈൻ വെറൈറ്റി തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ഹോളിവുഡ് റിപ്പോർട്ടേഴ്സ് തന്നെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഹൾക്കും പണിഷറും വരുന്നു എന്നുള്ള കാര്യം ഓൾറെഡി കൺഫേം ചെയ്തിരുന്നത്. അതിപ്പോൾ സത്യമായി മാറി എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് മാർവൽ ഇൻസൈഡ് ന്യൂസുകൾ പുറത്തുവിട്ടിട്ടുള്ള മൈ ടൈം ടു ഷൈൻ ഹലോയ് എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നുമാണ്. ഇവർ പുറത്തുവിട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ സത്യമായിട്ടില്ല എങ്കിൽ തന്നെയും ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും MCUവിൽ സംഭവിച്ചിട്ടുമുണ്ട്. ഉദാഹരണമായി ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിൽ ഹ്യൂ ജാക്മാന്റെ ഒരു വൂൾവറിൻ വേർഷൻ ക്യാമിയോ റോളിൽ വരുമെന്ന് ആദ്യമായി പുറത്തുവിട്ടത് ഇവരായിരുന്നു. ഈ ഒരു കാര്യം എത്രത്തോളം സത്യമായി എന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് നമുക്കൊരു 90% വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലൂക്കേജ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ മാർവലിലുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഡേറ്റബിൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു ക്യാരക്ടറിനെ അറിയാമായിരിക്കും. ഡൂംസ്ഡേയുടെ ലീക്കായ ഒരു ചെറിയ സ്ക്രീൻ പ്ലേയിൽ ലൂക്കേജിനെ പറ്റി ചെറുതായി ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഇതുവരെ MCUവിൽ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ക്യാരക്ടറെ എങ്ങനെയാണ് ഡൂംസ്ഡേയിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അന്നത് ആരും വലിയ കാര്യമായി എടുത്തില്ല. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ലൂക്കേജ് എന്നത് മറ്റാരുമല്ല ക്രിസ് ഇവാൻസിന് ഈ ഒരു മൂവിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കോഡ് നെയിം ആയിരുന്നു എന്നുള്ളത്. അതായത് ഈ ഒരു ന്യൂസ് നേരത്തെ ലീക്ക് ആയപ്പോൾ നമ്മൾ എന്താണോ ചിന്തിച്ചത് അത് തന്നെയായിരുന്നു മാർവലിന്റെ പ്ലാൻ. അതായത് ചുരുക്കത്തിൽ ക്രിസ് ഇവാൻസിന്റെ ക്യാരക്ടറിനെ ഹൈഡ് ചെയ്ത് വെച്ച് അത് പുറത്ത് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാരക്ടറിന് ലൂക്കേജ് എന്ന കോഡ് നെയിം നൽകി മാർവൽ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അതുപോലെ അൺബോക്സ് XP എന്ന മറ്റൊരു ഹാൻഡിലൂടെ ഡൂംസ്ഡേയിൽ വരാനിരിക്കുന്ന ലൂക്കേജ് ഹൗസ് എന്ന 1960s എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വീടിന്റെ പിക്ചറും നേരത്തെ തന്നെ ലീക്കായി വന്നിരുന്നതാണ്. അപ്പോഴും സെയിം ഡൗട്ട് തന്നെ, ലൂക്കേജ് എങ്ങനെയാണ് 1960s എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ. എന്നാൽ ഇപ്പോഴിതാ ലൂക്കേജ് എന്നത് യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക അഥവാ സ്റ്റീവ് റോജേഴ്സിനെ ടീസ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കൂടുതലായി കണക്ട് ആയത്. ഓൾറെഡി ഈ ഒരു വീടിന്റെ ഒരു ഫോട്ടോയും ലൊക്കേഷൻ സ്റ്റിൽസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ലീക്ക് സംഭവിക്കുമെന്ന് മാർവൽ ഒരിക്കലും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം സത്യമാവുകയാണെങ്കിൽ മാർവൽ ഇത്രയും കാലം ക്യാപ്റ്റൻ അമേരിക്ക എന്ന ക്യാരക്ടറിനെ ഹൈഡ് ചെയ്ത് വെക്കുവാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ പ്ലാനുകളെല്ലാം തന്നെ വേസ്റ്റ് ആയി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ കെവിൻ ഫൈജി പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മാർവൽ ഇൻസൈഡിൽ നിന്ന് തന്നെ ഒരാൾ ഈ ഒരു കാര്യം ലീക്ക് ആക്കുമെന്ന്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു കാര്യം നടക്കാതിരിക്കുവാനും സാധ്യതകളുണ്ട്. എങ്കിൽ തന്നെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇന്റർകണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ തിയറി ഞാൻ പറയാം. പ്രധാനമായിട്ടും 1960s ഒരു സ്റ്റീവ് റോജേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു പർട്ടിക്കുലർ സീനാണ്. അതായത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാനം ഇൻഫിനിറ്റി സ്റ്റോൺസ് അതാത് ടൈം ലൈൻസിൽ തിരിച്ചു വെക്കാൻ പോകുന്ന ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റോൺസ് എല്ലാം തിരികെ വെച്ചതിന് ശേഷം പെഗി കാർട്ടറിനോടൊപ്പം ജീവിക്കുന്ന രീതിയിലാണ് എൻഡ് ഗെയിമിൽ അവസാനിപ്പിക്കുന്നത്. മേ ബി ഈ ഒരു കാര്യം ഒരു ബ്രാഞ്ചഡ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുവാൻ സാധ്യതകളേറെ. അതായത് ലോക്കി ടെസ്റാക്റ്റുമായി രക്ഷപ്പെട്ടു പോയപ്പോൾ സംഭവിച്ചത് എങ്ങനെയാണോ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ പെഗി കാർട്ടറുമായിട്ട് ജീവിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക മറ്റൊരു ടൈം ലൈന് കാരണമാകുവാൻ സാധ്യതകളുണ്ട്. അപ്പോഴും എല്ലാവർക്കും വന്നിട്ടുള്ള മറ്റൊരു ഡൗട്ടാണ്, ക്യാപ്റ്റൻ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ തന്നെ 1940s അല്ലെങ്കിൽ 50s ഇവിടെ ലീക്കായി പുറത്തു വന്നിരിക്കുന്നത് 1960s ഒരു വീടും. മേ ബി ക്യാപ്റ്റൻ അമേരിക്ക പെഗിയോടൊപ്പം സമാധാനപൂർവ്വം കുറച്ചു വർഷങ്ങൾ ജീവിച്ചതിന് ശേഷമായിരിക്കാം ക്യാപ്റ്റൻ അമേരിക്കനെ തേടി മറ്റാരെങ്കിലും അവിടേക്ക് എത്തുന്നത്. മേ ബി ഈ ഒരു എൻറ്റയർ ബ്രാഞ്ചഡ് ടൈം ലൈനിന്റെ കീ പോയിന്റ് എന്നതും അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാനമാകുവാനും സാധ്യതകളുണ്ട്. മേ ബി കുറച്ചുനാൾ പെഗിയോടൊപ്പം താമസിച്ചതിന് ശേഷം TVA ക്യാപ്റ്റൻ അമേരിക്കനെ കണ്ടെത്തി മേ ബി TVAയിലേക്ക് ഡയറക്ട്ലി റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലാകുവാനും വലിയൊരു ചാൻസ് ഉള്ളതായി എനിക്ക് തോന്നുന്നു. ഓൾറെഡി ഡെഡ്പൂൾ
ഡെഡ്പൂൾ ആൻഡ് വൂളറിലൂടെ മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടീസിംഗ് ഓൾറെഡി കൺഫേം ചെയ്തിരുന്നതാണ്. അതിലേക്ക് മേ ബി ക്യാപ്റ്റനെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കാം ഇത്. അതുപോലെ തന്നെ ഡെഡ്പൂൾ ആക്ടർ റയാൻ റെയ്നോൾഡ്സ് റീസെന്റ് ആയി പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പിക്ചറിലൂടെ ഡെഡ്പൂളും ഈ ഒരു മൂവിയിൽ ഉണ്ടാവുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇന്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സിനെ തന്നെയാണ് മാർവൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ ഹിന്റും നമുക്ക് ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ടൈമിനും സ്പേസിനും പുറത്തുള്ളതായിട്ടുള്ള TVA ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ലോക്കിയാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചഡ് ടൈംലൈൻസിനെ കുറിച്ചും കൃത്യമായിട്ട് അറിയാവുന്ന ലോക്കി തന്നെ ആയിരിക്കാം ക്യാപ്റ്റനെ ഈ ഒരു ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടതിനും TVA മെമ്പേഴ്സിനെ ഈ ഒരു വീട്ടിലേക്ക് അയച്ചതെന്ന് കൊണ്ടുവരുവാനും സാധ്യതകളുണ്ട്. ജസ്റ്റ് ലൈക്ക് വൂൾവറിനെ ഡെഡ്പൂൾ കണ്ടെത്തുന്ന പോലെ തന്നെ. ഇനി എന്തിനാണ് ഇതേ വേർഷനിലുള്ള ക്യാപ്റ്റൻ അമേരിക്കനെ തേടി ഇവർ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് റിട്ടേൺ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന സെയിം സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ എൻഡയർ അവഞ്ചേഴ്സിന് മുമ്പിൽ ലീഡറായി നിന്നുകൊണ്ട് താനോസിനെ എതിർക്കുവാൻ മുന്നിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര അധികം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളെ തന്നെ മൾട്ടിവേഴ്സ് ടീമിന്റെയും ലീഡർ ആക്കണമെന്ന് എല്ലാ ടൈം ലൈൻസും അറിയുന്ന ലോക്കിക്ക് പ്ലാൻ ഉണ്ടായിരിക്കാം. ഇനി അഥവാ ഇങ്ങനെയെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എങ്കിൽ തന്നെ ക്രിസ് ഇവാൻസിന്റെ ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക വേർഷനെ മൂവിയിലുടനീളം നമ്മൾ കാണുവാൻ സാധിക്കുന്നതല്ല. ഒന്നെങ്കിൽ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ മൾട്ടിവേഴ്സിൽ അവഞ്ചേഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ എൻഡിങ്ങിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന പോലെ ഇതിനുശേഷം പുറത്തിറങ്ങാനിരിക്കുന്ന സീക്രട്ട് വാർസിനെ ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാമിയോ വേർഷനിൽ മാത്രമായിരിക്കാം നമ്മൾ ഈ ഒരു മൂവിയിൽ ക്രിസ് ഇവാൻസിനെ കൂടുതലായും കാണുക. ഇനി ഞാൻ ഒരു കോൺസെപ്റ്റ് പറയാം. ഇത് സംഭവിക്കുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല, എങ്കിലും എന്റെ ഒരു ആഗ്രഹമാണ്. ഡൂംസ്ഡേയുടെ അവസാനം എൻഡയർ മൾട്ടിവേഴ്സും അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ അവഞ്ചേഴ്സും ഡോക്ടർ ഡൂമിന്റെ ആർമിയോട് ഫൈറ്റ് ചെയ്യുവാൻ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ ഇൻഫിനിറ്റി വാറിൽ തോറിന്റെ എൻട്രി പോലെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയും അതിലൂടെ ഒരു ഷീൽഡ് പറന്നു വന്ന് എല്ലാത്തിനും ഇടിച്ചിടുകയും ചെയ്യുന്നു. എന്താണ് ഈ സംഭവിച്ചത് എന്ന് എല്ലാ അവഞ്ചേഴ്സ്, എക്സ്മാൻ, ഫെന്റാസ്റ്റിക് ഫോർ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഇവിടെയുള്ള ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അമേരിക്കയല്ല, മറിച്ച് പോർട്ടലിലൂടെ ടോബി മെഗുരയുടെ സ്പൈഡർമാൻ, ഹ്യൂ ജാക്മാന്റെ വൂൾവറിൻ, നിക്കോളസ് കേജിന്റെ ഗോസ്റ്റ് റൈഡർ, ഡെഡ്പൂൾ തുടങ്ങി ഒട്ടനേകം മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സുമായി വന്നിറങ്ങി നിൽക്കുന്ന നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക. ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്നേ ഇല്ല, എങ്കിലും എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു മൂവിയിൽ ക്രിസ് ഇവാൻസ് വരികയാണെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഈ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുകയുള്ളൂ. പിന്നീട് ഇതിന് ശേഷം പുറത്തിറങ്ങാനിരിക്കുന്ന അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലൂടെ ആയിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ ഡോക്ടർ ഡൂമായി RDJ തന്നെ വരുമ്പോൾ മൾട്ടിവേഴ്സിനെ രക്ഷിക്കുവാൻ ക്രിസ് ഇവാൻസ് ഓപ്പോസിറ്റ് വരുന്നതിൽ യാതൊരു കുറ്റവുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സിവിൽ വാർ 2.0 നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാം. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും അവയോടൊപ്പം തന്നെ മെൻഷൻ ചെയ്യാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.